അവളുടെ മുന്നിൽ വെച്ച് നാണം കിട്ടും. ചെറിയമ്മേ, ഇത്രയും കാലം നമ്മള് രാധിക രാധിക എന്ന് പറഞ്ഞ് അവളെ എന്തെങ്കിലും ചെയ്യാനാ നടന്നത്. ആ സമയം കൊണ്ട് ഈ തള്ള ഇല്ലാതാക്കാൻ നോക്കിയിരുന്നെങ്കിൽ അവളുടെ പിൻബലം അങ്ങ് തീർന്നേനെ. നീ പതുക്കെ പറ. നോക്കിക്കോ, ഒരു ദിവസം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവര് ചിലപ്പോ ആ മുറിയില് ചത്തു കിടക്കും. വേണോന്ന് വിചാരിച്ചോ അങ്ങ് ചെയ്തു കളഞ്ഞ. അതെ, തൽക്കാലം കണിമംഗലം തീ പിടിക്കാനുള്ള മരുന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട്. ദേവനാരായണനും യശോദയും ഒന്ന് വന്നു കയറട്ടെ. അവർക്കുള്ള സ്വീകരണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങൾ. നീതിമാനായ ദേവനാരായണൻ തിരുമേനിയും പ്രിയപ്പെട്ട ഭാര്യയും ഇന്ന് ഈ കണിമംഗലത്തിന്റെ നടുത്തളത്തിൽ നിന്ന് കുറച്ചു വേർക്കും. കണിമംഗലത്ത് മുമ്പും പൂജാമുറി ഉണ്ടായിരുന്നു. നിത്യേന വിളക്കും കത്തിക്കുമായിരുന്നു. ഇപ്പൊ ഒന്ന് നോക്കി, ഒരു ക്ഷേത്രത്തിന്റെ ഐശ്വര്യം തന്നെ തോന്നുന്നില്ലേ? അതെ, രാധികമോളുടെ മിടുക്ക. വീട്ടിലും അതെ, പൂജാമുറിയും അവളുടെ കണ്ണന്റെ വിഗ്രഹവും ഒരു വീഴ്ചയും വരുത്താതെ നോക്കിക്കോളും. ഇവളുടെ കുഞ്ഞുനാളിലെ ഒരു രസം ഉണ്ടായിട്ടുണ്ട്, കേക്കണോ അമ്മയ്ക്ക്? ആ പറയ. വേറൊന്നുമല്ല, ഒരു ദിവസം വൈകുന്നേരം നോക്കുമ്പോ നല്ല പനി, തുള്ളി വരച്ചിട്ട് എഴുന്നേക്കാൻ പോലും വയ്യ. പക്ഷെ ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറയുന്ന പോലെ വിളക്ക് കൊളുത്തണം വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദേവേട്ടൻ ശാസിച്ച് മരുന്നൊക്കെ കൊടുത്ത് ഉറക്കാൻ നോക്കി. രാത്രി ഒരു 10-12 മണിയായി കാണും. ഞങ്ങള് നോക്കുമ്പോ ആളില്ല. പൂജാമുറിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോ എന്താ വിശേഷം അറിയോ? പൂജാമുറിയിൽ വിളക്കും കത്തിച്ച് കൃഷ്ണന്റെ വിഗ്രഹവും കെട്ടിപ്പിടിച്ച് ഒറ്റ ഇരിപ്പാ. എന്റെ അസുഖം എന്റെ കണ്ണും മാറ്റിക്കോളൂന്ന് പറഞ്ഞിട്ട് ദേവേട്ടനും ഞാനും കൂടി ആളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മാറ്റിക്കൊണ്ടുവന്ന് ഇരുത്തുമ്പോ എന്താ സ്ഥിതിന്നറിയോ? പനി വിട്ടുപോയി. അതാ ഇവളുടെ വിശ്വാസം. ഭക്തിയില് കള്ളം കാണിക്കാൻ പാടില്ല. അതെന്റെ മോക്ക് നന്നായിട്ട് അറിയാം. മോളെ, നിന്റെ മുറിയൊക്കെ അമ്മയെ കൊണ്ട് ചെന്ന് കാണിക്ക്. ചെല്ലേ. സത്യത്തിൽ ഇത് നിങ്ങളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് തന്നെ ചെയ്യേണ്ടതേ ഉള്ളൂ. പിന്നെ അതിന്റെ മെനക്കേട് ഓർത്തിട്ടാ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല ഞാൻ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലേ? സോറി സിയായി, ഇങ്ങനൊരു കാര്യം ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ബെഞ്ചമിൻ, ഞാനൊരു സ്ഥലത്ത് ഒരു കാര്യത്തിന് ഇറങ്ങണമെങ്കിൽ അത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. അതർവൈസ് വേറൊരു വാടക ഗുണ്ടയാവാനേ എനിക്ക് താല്പര്യമില്ല. ഐ എം റിയലി സോറി. ബെഞ്ചമിൻ, ഈ ഗൗതം ആർത്ഥത്തിൽ പറഞ്ഞല്ല. ഇവരെ പോലുള്ള ചെറുപ്പക്കാര്, അതായത് ഇവരുടെ തറവാടുണ്ടല്ലോ കണിമംഗലം, പണ്ടെങ്ങോ ഇത്തിരി രാജരക്തം ഞരമ്പിലോടിയതിന്റെ ഒരഹങ്കാരം ഉണ്ടാവും. തമ്പുരാക്കന്മാരെ കൽപ്പിക്കുന്നത് പോലെയൊക്കെ കൽപ്പിക്കാൻ ഉള്ളിലൊരു ഫയർ ഉണ്ടാവും അവർക്ക്. പക്ഷേ പഴയ തമ്പുരാക്കന്മാരുടെ വാളുകൾക്കൊന്നും മൂർച്ചയില്ല. ഇപ്പോ പുതിയ ആയുധങ്ങളുടെ കാലം. അത് ഈ പാവത്തിന് മനസ്സിലാവാതെ പോയി. ബെഞ്ചമിൻ, താൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഇത് തന്നെ കൊണ്ടേ കഴിയൂ. യുവർ ടാർഗറ്റ്. രാധിക, കണിമംഗലം വരുണിന്റെ ഭാര്യ. ആറ്റുവാശ്ശേരി ദേവനാരായണന്റെ വളർത്തുമകൾ. അമ്മ യശോദ, അനുജത്തി പ്രിയങ്ക. വീട്ടിലെ മറ്റൊരംഗം മുത്തശ്ശി സുകുമാരി. നന്മയുള്ളവർ കൃഷ്ണഭക്ത. റൈറ്റ്? താൻ ഞെട്ടിച്ചു കളഞ്ഞല്ലോ ബെഞ്ചമിൻ.
എങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ? എന്റെ സാറേ, ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോഴേ കൃത്യമായ സ്കെച്ച് ഉണ്ടാവും ഞങ്ങളുടെ കയ്യിൽ. നിങ്ങൾ ഫീസ് ചെയ്യുന്നതിനും അപ്പുറത്ത് നിങ്ങൾ ഇന്നലെ രാധികയുടെ ഫോട്ടോ എന്നെ ഏൽപ്പിക്കുന്നതും അവൾ എന്റെ ടാർഗറ്റ് ആണെന്ന് പറയുന്നതും. റിയലി? യെസ്, സീ ദിസ്. ഇന്നലെ എന്റെ കൈയൊന്ന് മുറിഞ്ഞു. ആ മുറിവ് വെച്ച് കെട്ടിയത് ദാ ഈ കർച്ചീഫ് കൊണ്ടാ. ഇത് വരുണിന്റെ കർച്ചീഫാ. ഇതെന്റെ കയ്യിൽ കെട്ടി തന്നത് രാധികയാ. നിങ്ങൾ കാര്യമായിട്ടാണ് ഈ പറയുന്നത്? എന്റെ ടാർഗറ്റുകള് ഞാനാണ് ഫിക്സ് ചെയ്യുന്നത്. സോ കരാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് എനിക്ക് മുഴുവൻ ഡീറ്റെയിൽസും വേണമായിരുന്നു. ഇനിയിപ്പോ CA സാർ ഒരു കാര്യം ചെയ്യും. ജയിലിൽ കിടക്കുന്ന ചന്ദ്രശേഖരനോട് വിളിച്ചു പറഞ്ഞേക്ക്, എത്രയും പെട്ടെന്ന് ബെഞ്ചമിൻ ജോലി പൂർത്തിയാക്കുന്നു. ശരി.